എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഏത് ആഗ്രഹമാണ് ഉടൻ നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നമുക്ക് ആദ്യത്തെ ഫയലിലേക്ക് പോകാം. ഒന്നാമത്തെ ഫയൽ സ്വീകരിച്ച ഒരു റീഡിംഗ് ആണ് പറയുന്നത്. നിങ്ങളുടെ ഏത് ആഗ്രഹമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങളെ മനസ്സിന് സന്തോഷിക്കുന്ന, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരുമിക്കുന്ന ഒരാഗ്രഹമാണ് നടക്കാൻ പോകുന്നത്. അതൊരു വിവാഹ നിശ്ചയമാകാം, പ്രണയ സാഫല്യമാകാം, വിവാഹമാകാം, കുഞ്ഞ് ജനിക്കുന്നതാകാം. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ദൃഢപ്പെടുത്തുന്ന ഒരാഗ്രഹം. എക്കാലത്തെയും നിങ്ങളുടെ ആഗ്രഹം അതുതന്നെയായിരുന്നു. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒന്നാകുക. അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്ന ഒരു സന്തോഷം. ഒരേ തരത്തിൽ ഒരുപക്ഷെ ഒരമ്മ എന്ന രീതിയിലോ, ഒരച്ഛൻ എന്ന രീതിയിലോ, ഒരു ഭർത്താവ് എന്ന രീതിയിലോ, ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരംഗം എന്ന രീതിയിലുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് സാധിക്കാൻ പോകുന്നത്. അത്രത്തോളം പ്രാധാന്യമുള്ള, ജീവിതത്തിൽ വളരെ വിലപ്പെട്ട ഒരാഗ്രഹം നിങ്ങളുടെ സാധിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് കൂടുതൽ കരുത്തും നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും പ്രദാനം ചെയ്യുന്ന ആഗ്രഹങ്ങൾ. ചിരകാല സ്വപ്നമായിരുന്നു നിങ്ങളുടേത്. നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന, അതായത് നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ, നിങ്ങളുടെ ബന്ധത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ സ്വാധീനിച്ച വളരെ പ്രധാനപ്പെട്ട ആഗ്രഹം. ആ ആഗ്രഹം സാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ വല്ലാത്ത തരത്തിലുള്ളൊരു മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് നടത്താൻ കഴിയും. ജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് സാധിക്കും. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും വിജയിക്കാനും സാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ കരുത്തും ഒക്കെ പ്രദാനം ചെയ്യും. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു സംരക്ഷണം എന്നുള്ള രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു. ഒരുപാട് ആഗ്രഹങ്ങളുടെ ഒരു ചെണ്ട് തന്നെയാണ് സാധിക്കാൻ പോകുന്നത്. 1 2 ആഗ്രഹങ്ങളല്ല. ജീവിതത്തിൽ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുന്ന ഒരാഗ്രഹം. ആ വ്യക്തിയുമായി നിങ്ങളുടെ ഇഷ്ടം വർദ്ധിക്കുന്നു. ആ വ്യക്തിയുമായി നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വർദ്ധിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള നിങ്ങളുടെ ആ ഒരു കഴിവ് അത് വർദ്ധിച്ച് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ വളരെ നിർണായകമായ ഒരാളായി ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറുകയും അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു ആഗ്രഹം സാധിക്കാനാണ് നിങ്ങൾ വർഷങ്ങളായി നടക്കുന്നത്. ആ ആഗ്രഹം സാധിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ ഒരു അകൽച്ച സൃഷ്ടിക്കപ്പെട്ടേക്കാമായിരുന്നു. ഇനി അകൽച്ച സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിലും ഒരു തരത്തിലുള്ള വിയോജിപ്പുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ തമ്മിൽ വരികയും അതിനെ ചില ആളുകൾ കുഴപ്പങ്ങളുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അതെല്ലാം മാറി നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളെ ഈശ്വരൻ പ്രതിസന്ധിയിലാക്കാതെ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും പ്രദാനം ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് നന്മ നൽകിക്കൊണ്ട് ആ ആഗ്രഹം സാധിക്കപ്പെടുകയാണ്. അത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാവും വളരെ നിവൃത്തിയില്ലാത്ത, അല്ലെങ്കിൽ അത് സാധിച്ചില്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്തൊരാഗ്രഹം. അത് നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായൊരാഗ്രഹം. അതാണ് സാധിക്കാൻ പോകുന്നത്. പോസിറ്റീവായിട്ട് നിൽക്കുക. ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകും. ആഗ്രഹങ്ങൾ സാധിക്കും. അതായിട്ട് 2ാമത്തെ ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ ഏതാഗ്രഹമാണ് സാധിക്കാൻ പോകുന്നത്? ഒന്നാമത് നിങ്ങൾക്ക് മനസ്സമാധാനമാണ് ഈശ്വരൻ നൽകാൻ പോകുന്നത്. അത് കുറേ നാളുകളായി നിങ്ങളെ മാനസികമായിട്ട് പ്രതിസന്ധിയിലാക്കിയൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നു. ആത്മീയമായ ഒരു ചൈതന്യം നിങ്ങളിലേക്ക് വരുന്നു. ആത്മീയമായ ഒരു ചൈതന്യം നിങ്ങളിലേക്ക് വരുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിന് ശക്തി വരുന്നു. ദുർബലപ്പെട്ട ആത്മവിശ്വാസവും ഭയവും ഭീതിയും ഒക്കെ മാറിയിട്ട് നിവർന്നു നിൽക്കാനുള്ള ആത്മധൈര്യവും മനോധൈര്യവും വെല്ലുവിളികളെ
നേരിടാനുള്ളൊരു ശക്തിയും നിങ്ങളുടെ ശക്തി നൽകുന്നു. അത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഘട്ടത്തിൽ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും, എനിക്ക് വേണ്ടതും അത് തന്നെയല്ലേ. തീർച്ചയായിട്ടും നിങ്ങളെ അറിയുന്ന ശക്തി നിങ്ങൾക്ക് നൽകുന്നതാണ് അത്. നിങ്ങളറിയുന്ന ശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചൈതന്യമായിട്ട് നിങ്ങൾക്കതിനെ കണക്കാക്കാം. എല്ലാ പ്രതിസന്ധിയും കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലാക്കപ്പെട്ട നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ മനസ്സ് ഉണർന്നാൽ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയാണ് വരേണ്ടത്. മനസ്സിൽ നെഗറ്റീവ് എനർജിയും ദുഷ്ചിന്തകളും തനിക്ക് നഷ്ടമാണ് എന്നുള്ള ചിന്തയും നിറഞ്ഞു നിന്ന ആ മനസ്സിൽ ഇനി പുതിയ ശക്തിയുടെ, പുതിയ മുന്നേറ്റത്തിൻ്റെ ആ ഒരു തലം ഉണ്ടാകുന്നു. ആ തലത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനക്കേടിന് പകരം ശാന്തിയും സമാധാനവും നേട്ടവും ഉണ്ടാവും. ആ നേട്ടവും ശാന്തിയും സമാധാനത്തിലൂടെ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ആ ഉയർച്ച ഉണ്ടാകും. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ട അതായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നും പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷേ ചില പ്രതിസന്ധികളൊക്കെ നിങ്ങൾ പിടിച്ച് കുലുക്കിയിട്ടുണ്ടായിരുന്നു. ആ കുലുക്കിയ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാം, മാനസികമായിട്ടൊന്ന് സമാധാനത്തോടൊന്ന് ഉറങ്ങാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. സത്യം, സമാധാനമില്ലാഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ഊണും ഉറക്കവുമില്ലാതെ നിങ്ങൾ കഷ്ടപ്പെട്ട് മാനസിക വ്യത അനുഭവിച്ചു. ഭയവും ഭയപ്പാടും നിങ്ങളെ പിന്തുടർന്നു. അതിൽ നിന്നെല്ലാം മോചനം നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങളെ സന്തോഷത്തിൻ്റെ പൂച്ചെണ്ടുകൾ അണിയിക്കുന്ന, നിങ്ങൾക്ക് ശക്തി പകരുന്ന, അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മധൈര്യം നൽകുന്ന ഒരു ശക്തിയായിട്ടത് മാറുന്നു. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന മാനസിക ദുഃഖങ്ങൾ അനവധിയാണ്. മനസ്സിൽ വലിയ ദുഃഖമുണ്ട്. ഞാനെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ പോലും നിങ്ങൾക്ക് സംശയമുണ്ട്. അതൊന്നും നിങ്ങൾ ഭയപ്പെടണ്ട. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് മനോധൈര്യവും നിങ്ങൾക്ക് ശക്തിയും നൽകാൻ നിങ്ങളുടെ ശക്തി സദാസമയവും കൂടെ നിങ്ങൾക്കൊപ്പം ഇനിയുണ്ടാവും. ആ ശക്തിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ആർക്കും നിങ്ങളെ ഭയപ്പെടുത്താൻ കഴിയില്ല. ഭയപ്പെടുത്തുന്നവരെല്ലാം ഭയപ്പെട്ട് പിന്മാറിപ്പോകുന്നത് ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയാണ്. ആളുകൾ അകാരണമായായിരുന്നു നിങ്ങളെ ഭയപ്പെടുത്തിയിരുന്നത്. നിങ്ങളുടെ ഭയമായിരുന്നു നിങ്ങളുടെ മുഖ്യ ശത്രു. ആ ഭയത്തെ നിങ്ങൾ അതിജയിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഭയം വേണ്ട. ധീരമായി മുന്നോട്ട് പോവുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവും. നിങ്ങളുടെ മനസ്സ് ഉണരുകയാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് ബാക്കിയെല്ലാം നേടാൻ നിങ്ങൾക്കറിയാം, അതിന് കഴിവുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.